നിതിൻ കേരളത്തിൽ എവിടെ നിന്നാ പറഞ്ഞ്? തൃശ്ശൂർ എവിടെ? ആമ്പല്ലൂര്. നിതിന് എഡ്യൂക്കേഷനൊക്കെ എന്തുമാത്രം ചെയ്ത? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കിയില്ല. അതെന്താ എഡ്യൂക്കേഷൻ അങ്ങനെ ഇടയ്ക്ക് വെച്ച്? എനിക്ക് അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആക്കിയില്ല സാർ. ഓക്കെ. എവിടുന്ന് ഈ ഐഡിയ, ഈ ഇന്ത്യ മുഴുവനും സൈക്കിള് ചുറ്റാനായിട്ടുള്ള ഐഡിയ കിട്ടിയത്? അത് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ട്രാവൽ ചെയ്താലും ഇങ്ങനെ നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ വരും, പെട്രോൾ അടിക്കാനായാലും അത് ഇതൊക്കെ. പിന്നെ സൈക്കിളിൽ ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണ്. പെട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് സൈക്കിളിന്റെ, ഞാനാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കേണ്ട, ഫിനാൻഷ്യലി അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സ്ഥലങ്ങൾ കണ്ട് പതിയെ എക്സ്പ്ലോർ ചെയ്ത് പോവാം. ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ച് ഇന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുള്ള ഇന്നൊരു 300 കിലോമീറ്റർ ഓടിക്കാന്നുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മളിവിടെ, ഞാനിപ്പോൾ നേപ്പാൾ പോകണതല്ല ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഈ യാത്രയിൽ എന്തൊക്കെ നേടി, എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരെയൊക്കെ കണ്ടു, അവരെന്തൊക്കെ നമ്മൾക്ക് തന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നമുക്ക് എന്തൊക്കെ പഠിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സൈക്കിളിൽ പോകണമെന്നില്ലായിരുന്നു ആഗ്രഹം. പക്ഷേ ഇങ്ങനൊരു സൈക്കിളിൽ ആയിരുന്നില്ല, ഒരു ഗീർ സൈക്കിളിൽ പോകണമെന്നായിരുന്നു. പിന്നെ അവസാനം സൈക്കിളൊന്നും കിട്ടാതെ വന്നപ്പോൾ ഇതും തന്നെ പോയി. ഇതേത് സൈക്കിളാണ്? ഇത് അനിയന്റെ ഹെർക്കുലീസ്, പഴയ മോഡൽ സൈക്കിളാണ്. ഗിയറൊന്നും ഇല്ല. അപ്പൊ ഗിയറൊന്നും ഉണ്ടായിരുന്നില്ല, ഗിയറൊന്നും ഇല്ല ഇപ്പോഴും. അപ്പോ ചിന്തിച്ചു, ഇതെടുത്ത് പോകണമെന്നൊക്കെ ചിന്തിച്ചു. പിന്നെ കാശ്മീർ പോയി വന്നപ്പോ പിന്നെ ഈ സൈക്കിളായിട്ട് വല്ലാത്ത അറ്റാച്ച്മെന്റ് ആയി. അപ്പം ഈ കാശ്മീരിൽ പോയിട്ട് വന്നെന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? മുന്നേ 3 വർഷം മുന്നേ. അത് ഏത് വർഷമായിരുന്നു പോയത്? 2021 ഇറങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞിട്ട്. കൊറോണയ്ക്ക് ഇടയില്ലേ? കൊറോണയുടെ ഇടയില്ലേ? ഓക്കെ. അതും തനിച്ചാണ് പോയത്? ഓക്കെ. അത് എത്ര ദിവസത്തെ പര്യടനമായിരുന്നു? 4 മാസം. അപ്പോൾ ആ പര്യടനത്തേക്ക് ശേഷം തോമസ് കുളങ്ങരയുടെ സഫാരി TV-യിൽ എന്തോ വന്നെന്നോ എവിടെയോ ഞാൻ വായിച്ച പോലെ, അല്ലെങ്കിൽ ആരോ പറഞ്ഞു കേട്ടു. അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ഇതേപോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറുണ്ട്. സാറിൻ്റെ ഒരു ചാനലാണല്ലോ. സാറ് എന്നുള്ളത് ഏറ്റവും ലോകം കണ്ട നല്ലൊരു യാത്രികനാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, യാത്രികനാണ്. അപ്പോൾ ആള് നയിക്കുന്ന, അല്ലെങ്കിൽ ആളുടെ ചാനലായ സഫാരി ചാനലിലേക്ക് എനിക്ക് കോള് വന്നപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പറ്റിക്കാൻ വിളിക്കണതാന്ന് പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്തു. അവർ പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഡേറ്റ് തരുമോ, ഒരു ഡേറ്റ് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ ആരോ കളിയാക്കാൻ വിളിക്കണതാണ്. പിന്നെ അവസാനം മനസ്സിലായി അവർ തന്നെയാണെന്ന്. അങ്ങനെ ആ യാത്രയിൽ, സഫാരിയിൽ ആ യാത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ 5 എപ്പിസോഡ് ചെയ്തു. അതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം അത് വേറെ ഏത് ചാനലിൽ ചെന്നിരുന്ന് സംസാരിക്കാൻ നോക്കും, പക്ഷെ അങ്ങനെ ഒരു ചാനലിൽ ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു കാര്യം. അത്രയും വലിയ വ്യക്തികളിരുന്ന് സംസാരിച്ചൊരു ചെയറിൽ എൻ്റെ ഫസ്റ്റ് യാത്രയായിരുന്നു കാശ്മീർ യാത്ര. ആ യാത്രയുടെ എക്സ്പീരിയൻസ് എന്നെ അവിടെ ചെന്ന് പറയാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഒരു സ്റ്റാറായി. അപ്പം ഇപ്പം ഈ യാത്രയുടെ ഉദ്ദേശവും അതുപോലെ എന്തുകൊണ്ടാണ് ഇത് തുടങ്ങാനായിട്ട് വീണ്ടും ഒരു സെക്കൻഡ് യാത്ര തുടങ്ങാനായിട്ട്? ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 20-ാം വയസ്സിലൊക്കെയാണ് മനസ്സിൽ ഇങ്ങനെ എവറസ്റ്റിനെ കുറിച്ച് അറിയാലോ. എവറസ്റ്റ് നമ്മുടെ കൊടുമുടിയാണല്ലോ, നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ എനിക്ക് അവിടെ കാല് കുത്തണം എന്നുള്ളൊരാഗ്രഹം ചെറുപ്പം മുതലേ, ഒരു 20 വയസ്സ് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നമുക്ക് എവറസ്റ്റിനെ കുറിച്ചുള്ള ഒരു കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ആ കാശ്മീർ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് എവറസ്റ്റിലേക്കുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വിസിബിളായിട്ട് വന്നു തുടങ്ങിയത്. അങ്ങനെ ആ കാര്യങ്ങൾ, എവറസ്റ്റിലേക്ക് പോകാനായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനെത്ര ഫിനാൻഷ്യൽ എത്ര പൈസ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് BMC എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, ബേസിക് മൗണ്ടനറിംഗ് കോഴ്സ്. അഡ്വാൻസ്ഡ് ഉണ്ട്, ബേസിക് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് മല കയറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ബേസിക് മൗണ്ടനറിംഗ് കോഴ്സ്.
അപ്പോൾ അത് മസ്റ്റാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അരുണാചൽ പ്രദേശ് നിമാസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നിമാസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിംഗ് കോഴ്സ് പറഞ്ഞിട്ടുള്ള നിമാസ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ബേസിക് മൗണ്ടനറിംഗ് കോഴ്സിന് സീറ്റ് കിട്ടി. അത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന എവറസ്റ്റിലേക്കുള്ളൊരു സ്റ്റെപ്പായിട്ടാണ്. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ മിക്ക സംസ്ഥാനങ്ങളിലും ചായ വിറ്റ് ആ കിട്ടുന്ന പൈസ കൊണ്ട് യാത്ര ചെയ്യുക. പിന്നെ അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എവറസ്റ്റിലേക്കുള്ള യാത്ര എല്ലാവരിലേക്കും അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് പിന്നെ പിന്നെ മെയിനായിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മിക്ക പേരും പോവാതിരിക്കുന്നതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണമുണ്ടായിരിക്കാം. നിങ്ങളുടെ ഈ ചായ വിറ്റ് ഇത് ഫൈനാൻസ് കണ്ടുപിടിക്കാന്നുള്ള ഇതൊരു ന്യൂ ഐഡിയ ആണ്. ഇത് എങ്ങനെ മനസ്സിലിത് വന്നു? അത് ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കോവിഡിന്റെ സമയത്ത്, കോവിഡ് വരുന്നേക്കാളും മുന്നേ ഞാൻ ലാസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ ചായ, ജ്യൂസ്, ഷേക്ക്, ഫലൂഡയൊക്കെ ഉണ്ടാക്കുന്ന ആളായിട്ടാണ്. ചായയൊക്കെ ഉണ്ടാക്കുന്ന ആളായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കോവിഡ് വന്നു. ഫസ്റ്റ് കോവിഡ് 15 ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ആദ്യം ലോക്ക്ഡൗൺ ഉണ്ടായത് കേരളത്തിലാണ്. അപ്പോൾ 15 ദിവസം എന്ന് പറഞ്ഞിട്ട് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 15 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറേ മാസങ്ങളോളം നീണ്ടു. പിന്നെ റെസ്റ്റോറൻറ്റ് തുറക്കാതായി. അങ്ങനെ ജോലിയൊക്കെ പോയി വെറുതെ. So Nitin, wish you all the best. Thank you. Okay. ഇവിടെ ഒരു സൈക്കിളിൽ ആള് വന്നിട്ടുണ്ടോ? നാട്ടിൽ നിന്ന് വന്നാൽ നേപ്പാളിലേക്ക് പോവുക. 4 ദിവസം നമ്മളെ യാത്ര പോവുക. ഓക്കെ, പോയി വരിക. ഓക്കെ, പോയി വരിക. ഞാൻ പറയാൻ വന്നത്. പറന്നുപോയി. ഓക്കെ.